എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ഏലപ്പീടിയെ കുരിശുമലയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാവരും കുരിശുമല കയറി കുരിശിൻ്റെ വഴി എത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ദുഃഖ വെള്ളിയുടെ എല്ലാവിധ ആശംസകളും. ഏലപ്പീടിയ കുരിശുമലയിലേക്കുള്ള യാത്ര എൻ്റെ തുടരുകയാണ്. ഏകദേശം കുരിശുമലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ദൂരത്ത് ആ കാണുന്നതാണ് നമ്മുടെ കുരിശുമല. ഏലപ്പീടിയ പള്ളിയുടെ ഭാഗമാണ് ഈ കുരിശുമല. പള്ളി തുടങ്ങിയ കാലം മുതൽ എല്ലാ വെള്ളിയാഴ്ചയും മതവിശ്വാസികൾ ഇവിടെ എത്തുകയും ഈ കുരിശുമലയിൽ കുരിശിൻ്റെ വഴി അർപ്പിക്കുകയും നിരവധി വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഞാൻ ഈ കുരിശുമലയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറയുന്ന ഈ കുരിശുമല. ഈ കുരിശുമലയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, പ്രാർത്ഥിക്കുക, കുറച്ച് നേരം ഏകാന്തതയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക. ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം പരമാവധി ഈ നാട്ടിലുള്ള സമയത്ത് എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും ഈ മലയ്ക്ക് എത്തിപ്പെടാനും കുറച്ച് നേരം പ്രാർത്ഥനയിലൊക്കെ ഇരുന്ന് അങ്ങനെ കടന്നു പോകാനും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏലപ്പീടിയ കുരിശുമലയിലെത്തി കുറച്ച് സമയമായി. ഞാനിപ്പം ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ വിദൂര കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുവാണ്. അപ്പം ഇവിടുത്തെ ഒരു കാഴ്ചയും ഇവിടുത്തെ ഒരു കാറ്റും ഇവിടുത്തെ ഒരു നമുക്ക് മാനസികമായി കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ വളരെ വലുതാണ്. അപ്പം ഇത് ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കുരിശുമല കയറാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ പോലും സഞ്ചാരികൾ ഒരുപാട് വരാറുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ഇവിടെ ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പം ഇന്ന് ഏതായാലും ഈ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ എത്താനും എന്തായാലും ഈ മല കയറാനും സാധിച്ചു. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്.